ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഗ്രീൻ ഹെവനിലെ കുറച്ച് ഇലച്ചന്തങ്ങളെ ആസ്വദിച്ചാലോ. ഏകദേശം 1500 മുകളിൽ വ്യത്യസ്ത ഇലച്ചന്തങ്ങൾ നമുക്കുണ്ടെങ്കിലും അവയിലേറെ പ്രിയപ്പെട്ടതും ഏറെ വ്യത്യസ്തമെന്ന് തോന്നുന്ന ചില ലീഫുകളെയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഗ്രീൻ ഹെവൻ എന്നും പറയുന്ന പോലെ ഇപ്പോഴും പറയുന്നു, നമ്മൾ ഫ്ലവറുകളെ മാത്രം ആശ്രയിച്ച് നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഗാർഡൻ ഒന്ന് ഡ്രൈ ആയി പോയതായിട്ട് കാണാറുണ്ടാവും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വെറും മണിക്കൂറുകൾ മാത്രം ആയുസുള്ള ഫ്ലവറുകൾ മുതൽ 4 മാസം വരെയാണ് മാക്സിമം. അതായത് ഫെലനോപ്സിസ് പോലുള്ള ഓർക്കിഡ്സിലാണ് ഒരു ബെഡിൽ 4 മാസം വരെ നമുക്ക് ഫ്ലവർ ലഭിക്കുക. ബാക്കിയുള്ള 8 മാസ കാലത്തോളം നമ്മുടെ ഗാർഡൻ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട്. അതിനൊരു പരിഹാരം എന്നോണമെങ്കിലും ഒരല്പം ഇലച്ചന്തങ്ങളെ പരീക്ഷിക്കാവുന്നതാണ്. ഒരു ഇലച്ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ജനിക്കുന്ന കാലം മുതൽ അത് മരിച്ച് അന്ത്യശ്വാസം വലിക്കുന്നതോടും വരെ അതിൻ്റെ ഭംഗി ഒരേ പോലെ നിലനിർത്തും എന്നുള്ളതാണ്. എന്തായാലും അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. കാരണം 90% അല്ലെങ്കിൽ 99% ആളുകൾക്കും ഇഷ്ടമെന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റുകളാണ്. 1% ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട് ലീഫുകളെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ വിലയേറിയ കമൻറ്റുകൾ ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.